വളരെ പേടിപ്പിക്കുന്ന ഒരു സത്യം പറഞ്ഞിട്ട് ശേഷം ഒരു സന്തോഷം പങ്കുവെക്കുവാനാണ് ഈ വീഡിയോ. അതായത് വളരെ പേടിപ്പിക്കുന്ന ഒരു സോഷ്യൽ അനാലിസിസ് പങ്കുവെച്ചിട്ട് ഒരു സന്തോഷം പങ്കുവെക്കുവാനാണ് ഈ വീഡിയോ. 1-2 മിനിറ്റ് ക്ഷമയോടെ കേൾക്കുമെന്ന് ഞാൻ കരുതട്ടെ. ഈ ദിവസങ്ങളിൽ എല്ലാവരും ഭയത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 5ലെയും 6ലെയും കുട്ടികൾ പോലും ലഹരിക്ക് അടിമകളാകുന്നു. സോഷ്യൽ വർക്കേഴ്സിനും ടീച്ചേഴ്സിനും രഹസ്യമായി പറയാനുള്ള പരസ്യം ഇതാണ്. അത് കേട്ട് നാം എല്ലാവരും ഭയപ്പെടുന്നുണ്ട്, അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. ഇതല്പം കൂടിപ്പോയില്ലേ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഏതെങ്കിലും ഒരു ലഹരി കൊച്ചുകുട്ടികളുടെ തലയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് MJTVയുടെയും കണ്ടെത്തൽ. പക്ഷേ ആ ലഹരി എന്തെന്ന് തീരുമാനിക്കുവാൻ, ആ ലഹരി എന്തെന്ന് നിർണ്ണയിക്കുവാൻ, ആ ലഹരി എന്തായിരിക്കുമെന്ന് സജസ്റ്റ് ചെയ്യുവാൻ അവരെ സ്നേഹിക്കുന്നവർക്ക് കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ. വളരെ സ്വീകരിക്കപ്പെട്ട ആധുനിക മനഃശാസ്ത്രം പറയുന്നത് എന്താണ്? ഒരു കുഞ്ഞിൻ്റെ മനസ്സ് ടാബുള റാസയാണ്. ടാബുള റാസ എന്ന ഫിലോസഫിക്കൽ പദപ്രയോഗത്തിൻ്റെ അർത്ഥം ഒന്നും എഴുതാത്ത ബ്ലാക്ക് ബോർഡ് എന്നാണ്. ഒന്നും എഴുതാത്ത ഒരു ബോർഡ്. അതിൽ ചോക്ക് കൊണ്ട് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ 7 വയസ്സിലും 14 വയസ്സിനുമൊക്കെ ഇടയ്ക്കുള്ള ലേറ്റൻസി പീരീഡിൽ മനഃശാസ്ത്രം പറയുന്നതനുസരിച്ച് നമുക്ക് പലതും എഴുതി ചേർക്കാവുന്ന സമയമാണ്. ദിശാബോധത്തെ തിരിച്ചുവിടാവുന്നതാണ്. ഒരു നല്ല ലഹരിക്ക് അടിമയാകാൻ അവരെ പഠിപ്പിക്കാവുന്നതാണ്, അവരെ ട്യൂൺ ചെയ്യാവുന്നതാണ്, അവരെ സീസൺ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സത്യം മനസ്സിലാക്കിയിട്ടാവാം ലേറ്റൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള 750ഓളം കുഞ്ഞുങ്ങളിൽ വചനത്തോടുള്ളൊരു ലഹരി, ഒരിക്കലും വീര്യം മങ്ങാത്ത വചനത്തോടുള്ള ലഹരി ജനിപ്പിക്കുവാൻ ഒരു ഇടവകയ്ക്ക് കഴിഞ്ഞത്. 1, 2, 3, 4, 5 പേരല്ല, 750ഓളം കുട്ടികൾ ഒരുമിച്ച് വചനം എഴുതുകയാണ്. ആവർത്തിച്ച് എന്ത് എഴുതുന്നോ അത് അവരുടെ ഉള്ളിൽ പതിയുമല്ലോ. വചനലഹരിയിൽ മത്ത് പിടിച്ച സ്വർഗീയമായിട്ടുള്ള ലഹരിയിൽ ആഴുന്ന ഒരു ജനതയെ രൂപപ്പെടുത്താനുള്ള ശ്രമം, കഠിനമായൊരു ശ്രമം നമ്മുടെ ഇടയിലുള്ള ഒരു ഇടവക നടത്തി. ഈ നോമ്പ് കാലത്ത് പൊടിപ്പാറപ്പള്ളിയിലെ തിരുക്കുടുംബ ദേവാലയത്തിലാണ് ഈ അനുഗ്രഹീത പ്രവൃത്തി നടക്കുന്നത്. ഇതിൽ തീരെ കുഞ്ഞു കുട്ടികൾ വരെയുണ്ട്. തിരുബാല സഖ്യത്തിലെ കുട്ടികളും ഇതിൻ്റെ ഭാഗമാണ്. അവർക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം ഇരുന്ന് അവരുടെ മാതാപിതാക്കളും ബൈബിൾ എഴുതുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവർ ഇതിന് തുടക്കം കുറിച്ചത്. ഇടവക വികാരിയായ ഫാദർ സോണി മുണ്ടുനടക്കലിന്റെ വാക്കുകളിലേക്ക്. തിരുവചനം പകർത്തി എഴുതുന്ന വലിയ ശുശ്രൂഷയിലേക്ക് പൊടിപ്പാറയിലെ വരും തലമുറ ഇടപെടുകയാണ്. അവരെ പരിശീലിപ്പിക്കുന്ന മതാധ്യാപകരും അവരുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വികാരിച്ചനും ഉൾപ്പെടെ ഇതിൽ പങ്കുകാരാകുകയാണ്. ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗം പൂർണ്ണമായും ധ്യാനിച്ച് ഒരുങ്ങിയാണ് വചനം എഴുതുന്നത്. തിരുബാല സഖ്യത്തിലുള്ള കുഞ്ഞുങ്ങൾ 1, 2, 3 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടായതിനാൽ അവരുടെ മാതാപിതാക്കന്മാര് അവരെ ചേർത്തിരുത്തി വചനം വായിച്ചു കേൾപ്പിച്ച് ഈ വചനം എഴുതുകയാണ്. അവരിത് കാണുകയാണ്. കുഞ്ഞുനാളിലെ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ ചേർത്ത് പിടിച്ച് എനിക്ക് വചനം വായിച്ചു തന്ന് ആ വചനം എഴുതുന്നത് അവിടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ആ കരങ്ങൾ കൊണ്ട് ആ വചനം എടുക്കുകയാണ്. എൻ്റെ കണ്ണുകൾ എത്രയോ ഭാഗ്യപ്പെട്ടത്, എൻ്റെ കരങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടത്. ഈശോയെ കരങ്ങളെടുക്കാൻ സാധിച്ച നിമിഷങ്ങളെ ഓർത്ത് പ്രവചന ഗീതം ഉദ്ഘോഷിച്ച, സ്തോത്രഗീതം ഉദ്ഘോഷിച്ച പ്രവാചകനായ ശമയോനെ പോലെ എൻ്റെ കണ്ണുകളും എൻ്റെ കരങ്ങളും എത്രയോ ഭാഗ്യപ്പെട്ടത്. വരും തലമുറയിൽ കടന്നു വരുന്ന ഈ കുഞ്ഞുങ്ങൾ അത് ഓർത്തിരിക്കണം. അതിനാൽ ജൂബിലി വർഷത്തിലെ അമ്പു നോമ്പിന്റെ ആചരണം വീടുകളിലെ എല്ലാവരും വചനം എഴുതുകയാണ്. പരീക്ഷാ കാലഘട്ടം കൂടിയാണിത്. അതിനാൽ അവരെ ബോധ്യപ്പെടുത്തുകയാണ്, പഠിക്കുന്നതിന് മുമ്പായിട്ട് അല്പം വചനം എഴുതി വെക്കുക, പഠനത്തിന് ശേഷവും വചനം എഴുതി വെക്കുക, പരീക്ഷയ്ക്ക് പോകുമ്പോഴും വചനം എഴുതുക, തിരിച്ചു വന്നിട്ടും വചനം എഴുതുക. സമയമെടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇത് പൂർത്തീകരിക്കുമ്പോൾ അവർ കർത്താവിന്റെ ഉദ്ധാന പെരുന്നാളിൽ കടന്നു വരുമ്പോൾ 50 നോമ്പില് 50 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന വചനം പകർത്തിയിരുന്നത് കർത്താവിന്റെ ഉദ്ധാന പെരുന്നാളിൽ സമർപ്പിക്കുകയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് ഈ സമാധാനം ലഭിക്കുവാനായിട്ടാണ്, നൽകുവാനായിട്ടാണ്. സമാധാനത്തെ സ്വീകരിക്കാം, ഈശോയെ സ്വീകരിക്കാം. പൊടിപ്പാറയിലെ വരും തലമുറ വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന ഈ കുട്ടികൾ അവരുടെ വിശ്വാസ പരിശീലനം തന്നെ ഒരു ഘട്ടമായിട്ട് പൂർത്തീകരിക്കുന്ന വേളയിൽ ഇത് പരിശുദ്ധ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുങ്ങുന്നു. ഒന്നിച്ചിരുന്ന് ദേവാലയത്തിലിരുന്ന് മാതാപിതാക്കന്മാരും കുട്ടികളും മതാധ്യാപകരും വിചാരിച്ചും ഒന്നു ചേർന്ന് വചനം പകർത്തി എഴുതുകയാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ധ്യാനിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന പേപ്പറിൽ അത് പകർത്തി എഴുതുകയാണ്. ഈ പേപ്പറും അവരുടെ പേനകളും എല്ലാം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് ഒരിക്കൽ ശുശ്രൂഷ നടത്തി ഭവനങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഉദ്ധാന പെരുന്നാളിൽ കർത്താവിന്റെ വലിയ സമാധാനം സ്വീകരിക്കാൻ കുഞ്ഞുങ്ങളെല്ലാവരും ഈ വചനം പകർത്തി എഴുതിയത് ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ധന്യ നിമിഷം.